കാരണം അവരിൽ ഓരോരുത്തരും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പൂർവീകരും എന്താണോ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്, അവർ ഏതെല്ലാം ആദർശങ്ങളെയാണോ പഠിപ്പിച്ചത്, അത് പഠിക്കാനും അറിയാനും നമ്മുടെ സ്വാലിഹീങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ മതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പാലിക്കുന്ന ആദാബുകൾ അറിയാൻ അവരിലേക്ക് നമ്മളൊന്ന് നോക്കിയിരുന്നാൽ മതിയായിരുന്നു. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശംസുൽ ഉലമയെ അനുസ്മരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ പള്ളിയിലേക്ക് ഒരിക്കൽ കയറി വന്നൊരു രംഗം. പള്ളിയിൽ ളുഹർ ബാങ്കിന് ശേഷം ദർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ബാങ്കിന് ശേഷം ഏറ്റവും അഫ്ളലായ അമൽ നിസ്കാരമാണ്. ബാങ്കിന് ശേഷം ഏറ്റവും അഫ്ളലായ അമൽ നിസ്കാരമാണ്. അതുകൊണ്ട് നിസ്കരിച്ചിട്ടാകാം ബാക്കിയുള്ള ദർസെന്ന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞത് അത്തിപ്പറ്റ ഉസ്താദ് ശംസുൽ ഉലമയെ അനുസ്മരിച്ചു കൊണ്ടേയിരിയിട്ടുണ്ട്. ഓരോ വക്തിലും പാലിക്കേണ്ട ആദാബുകളെ, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട അദബുകളെ പ്രമാണങ്ങൾ നോക്കി വർഷങ്ങളോളം പഠിക്കുന്നതിനേക്കാൾ കേരളീയ മുസ്ലിമീങ്ങൾക്ക് ലളിതമായ മാർഗമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമുന്നതരായ സ്വാലിഹീങ്ങളുടെ കൂടെ അല്പനേരം ചെലവഴിക്കുന്നത്. അവർ അള്ളാഹുവോട് അത്രത്തോളം ചേർന്ന് നിന്നവരാണ്. അവർ ജീവിതത്തിൽ സൂക്ഷ്മതയുടെ സമ്പൂർണ്ണത നിലനിർത്തിയവരാണ്. മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരെയുള്ള നമ്മുടെ എല്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തെയും പരിശോധിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതെല്ലാം അവിടെയുണ്ട്. അതുകൊണ്ടല്ലേ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ ചെറുശ്ശേരി ഉസ്താദ് അനുസ്മരിച്ചുകൊണ്ട് പല വേദികളിലും പ്രസംഗിക്കാറുണ്ട്. മഹാനായ ചെറുശ്ശേരി ഉസ്താദിനോട് ബഹുമാനനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഒരു വേള സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് മഹാന്മാരിൽപ്പെട്ട ഒരു മഹാൻ ഒരു വലിയ സ്വലാത്തിന്റെ ഇജാസത്ത് തന്നിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് ചെറുശ്ശേരി ഉസ്താദ് പലതവണ ആവർത്തിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ തന്നെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയിട്ടുമുണ്ട്. എനിക്ക് മഹാനായ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനിൽ നിന്നൊരു സ്വലാത്തിന്റെ ഇജാസത്തുണ്ട്. എന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് പറയാറുണ്ട്, ആ സ്വലാത്ത് പതിവുള്ളവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ സദസ്സ് കൈകാര്യം ചെയ്യാൻ, ആ ജനാസയിൽ ഇടപെടാൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമെന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സൈനുൽ ഉലമയോട് പലതവണയും ആവർത്തിച്ചു പറഞ്ഞത് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുകയും അനുസ്മരിക്കാരും ചെയ്യാറുണ്ട്. ചെറുശ്ശേരി ഉസ്താദ് ഇത് എഴുതിയിട്ട് ഇങ്ങനെ, മഹാനുഭാവൻ അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തും വിധമാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്. കണ്ണിയത്ത് ഉസ്താദിന്റെ ജനാസയിൽ പങ്കെടുത്ത ധാരാളം സത്യവിശ്വാസികൾ ഈ വേദിയിലും സദസ്സിലും ഉണ്ടാകും. മറ്റെല്ലാ ജനാസകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ ഉടനെ ആ ജനാസയുടെ സമീപത്ത് കാണാൻ സാധിച്ചിരുന്നു. എത്ര ലക്ഷക്കണക്കായ ആളുകൾ ഒരുമിച്ച് കൂടിയ ജനാസയിൽ ഒരു ചെറിയ ശബ്ദകോലാഹലം, ഒരു ചെറിയ ബഹളം ഒന്നുമില്ലാതെ എല്ലാവരും സ്വയം ശാന്തരായി പോയ പ്രത്യേകമായ ഒരു കാഴ്ച മഹാനായ ശൈഖുനാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ കാണാൻ സാധിച്ചത് അനുഭവസ്ഥരായ ആളുകൾ ധാരാളം ഈ സദസ്സിലും വേദിയിലും തന്നെ ഉണ്ടാകും. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സൈനുൽ ഉലമയോട് പറഞ്ഞിരുന്നു, ആ സ്വലാത്ത് പതിവുള്ളവൻ വഫാത്തായാൽ അവരുടെ ജനാസ സംസ്കരണങ്ങളിൽ ഇടപെടാൻ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ടാകുമെന്ന്. അള്ളാഹുവിന്റെ ഹബീബിനോടും അള്ളാഹുവിനോടും ഏറെ ചേർന്ന് നിന്ന മഹാന്മാരായ സ്വാലിഹീങ്ങൾ